3, 2, 1, start. നീ എന്റെ അടിയും കൊണ്ട് നീ പോളൂ. അതൊന്ന് കാണാല എനിക്ക് അയ്യോ രണ്ടുപേരും 10 HP. പിന്നെ ഹലോ അവനാ മുച്ചിരി. അല്ലല്ല അവൻ വന്ന് എന്നെ ഇടിച്ചാന്നാ പറഞ്ഞത്. അങ്ങനെ മുച്ചിരിയുടെ ഗ്ലൗസ് ഒക്കെ ഇട്ടോണ്ടെന്നപ്പോ ഞാൻ വിചാരിച്ച് ഇടിക്കാൻ വന്നതാണ്. പക്ഷെ ഇടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എപ്പോഴും അങ്ങനെ നടക്കുക. ആളുള്ളപ്പോഴല്ലേ ഇതാകത്തുള്ളു, പവർ വരത്തുള്ളൂ. ആൾക്കാർ എപ്പോ കഴിയാനത് ഇതൊക്കെ പടപടയെന്ന് കഴിയുമ്പോ കണ്ടോ, ഷടപടയെന്നല്ല, ഗ്രൂപ്പ് ഇടിയാണ്. ബോക്സിങ്ങിനാണ് കുഴപ്പമില്ലല്ലോ. 10-15 കൊച്ചുകളല്ലേ. സോറി LX2 വരുന്നില്ലേ? വാ നീയൊക്കെ ഇവിടെ ഉറങ്ങുവാണ്, അവിടെ തുടങ്ങാറായി. ആ കോച്ചിന്റെ ടിക്കറ്റ് മേടിക്കുന്ന വാ, പ്രശ്നം സോൾവ് ചെയ്ത് തരാം. പിന്നെ അതുപോലെ കൊച്ചിലോ മോളെ എങ്ങനെയൊക്കെയാണ് വിളിച്ചപ്പോഴേലും വന്നല്ല. ആ ടിക്കറ്റ് ഒന്ന് തരുമോ? ടിക്കറ്റ് ഒന്ന് കൊടുക്കുവോ ബ്രോ? അവിടെ ഒരു ഇടി മത്സരം ഉണ്ട്, എന്റെ ടിക്കറ്റ് ഒന്ന് കൊടുക്കും. അഡ്മിനെ വരെ ഞാൻ ഫോൺ ചെയ്യിപ്പിച്ച് ടിക്കറ്റ് കൊച്ചിന്റെ നിന്ന് വാങ്ങിപ്പിക്കാൻ. നമ്മൾ എടുത്തിട്ട് കോച്ച് ഒരെണ്ണം എന്താ, എനിക്ക് ഒരാൾക്ക് പോയപ്പോരെ. വേണമെങ്കിൽ മുച്ചരെ കൂടെ വിളിച്ചോ, ബോക്സിംഗ് കിട്ടി നടക്കുന്നതല്ലേ. അല്ല ടിക്കറ്റ് അവിടെ കൊറേ ആൾക്കാരില്ലേ ഇനിയും? ഐഡി എന്താ? എക്സ്കോഡാ? 555 എക്സ്കോഡ്. എങ്ങനെ ഹലോ പറഞ്ഞോ. ഇത് എങ്ങനെ ബോക്സിംഗ് എങ്ങനെ കയ്യിലിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്നില്ലേ? അതൊക്കെ നിക്ക് ഞാനും വരുന്നു. ആ കോച്ച് തീരെ കളിക്കാൻ വരുന്നില്ലല്ലോ. ഇത് ലേറ്റാക്കി. ഇതാ ബെഡ് ഡ്രസ് ചേഞ്ച് ആക്കണം. എന്താ എസ്കലറേറ്റ് പ്ലീസ്. അല്ല എന്റെ ഈ ഡ്രസ് ഇട്ട് അത് പ്രശ്നമില്ല, ആഡംബരം ഡ്രാഗ് ചെയ്യോ? നോക്കതാ ഒരു ടിക്കറ്റ് മേടിച്ച് വേറെ ആള് കൈ വെച്ചേക്കുന്നത്. കിലുവ അവിടെ സംസാരിക്കുന്നു. സത്യം, ടിക്കറ്റ് വാങ്ങിച്ച പോക്കറ്റ് വെച്ചിട്ട് പിള്ളേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നില്ല. അവരെന്നെ വിളിച്ചു വരുന്നു. ദിനേശ് ബ്രോ ഹായ് വെൽക്കം. ടിക്കറ്റ് ഇപ്പൊ കറന്റ് നമ്മൾ കളക്ട് ചെയ്ത ആൾക്കാരെല്ലാം 21 റേഡിയോയിൽ ഇരിപ്പുണ്ട് ഓൾറെഡി. ഓക്കെ, രണ്ടുപേര് പുതിയതായിട്ട് വന്നായിരുന്നു, അവരെന്നെ കളക്ട് ചെയ്യണേ. രണ്ടുപേര് പുതിയതായിട്ട് വന്നായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് ഓടി കയറി പോയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൾക്കാരായിട്ടൊക്കെ തുടങ്ങിയാലോ? എന്താ പറയുന്നത്? ലേറ്റ് ആക്കാതെ ഫസ്റ്റ് ഗ്രൂപ്പ് എയിലെ ഗ്രൂപ്പ് ബിയിലെ ആൾക്കാരെ വിളിച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള വരുന്നവരെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് വിട്ടാ മതിയേ. കസാര ആരും എടുക്കല്ലേ പ്ലീസ്. ടിക്കറ്റ് ഇല്ല. ഇല്ല, അത് പ്രശ്നമില്ല. ഒന്ന് മതിയാ? നിങ്ങളെ 5 ടിക്കറ്റ് ഉണ്ടല്ലോ, ഒരു ഗ്യാങ്ങിന് 5 ടിക്കറ്റ് വെച്ചാ കൊടുത്തേക്കുന്നു. അത് പക്ഷെ ഒന്ന് കോച്ചിന്റെ കോച്ചിന് ഇത് മേടിച്ചില്ലേ നീ? ഇല്ല, ഞാൻ വരുന്ന ബൈക്കാരനെ എന്നോടാ ഹലോ. ഫസ്റ്റ് ആൾക്കാരെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തോ? ഫസ്റ്റ് ആൾക്കാരെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തോട്ടോ. നമുക്കൊന്ന് ചേരേ. കേക്കാവോ കുട്ടി? ഇതാ ജോലി ചെയ്യുന്നു. ബാറല്ലത്, ഓഹോ, ഞാൻ ബാറിന്റെ ഇവിടെ ജോലി ചെയ്യാന്നാ പറഞ്ഞേ. സോറി വെങ്കട്ടി, ഞാൻ ബാറിലെ കൗണ്ടറാണ്.
അതെ ഇവരിപ്പോഴേ വരുതോ പറ്റിയില്ല. LX2 ഒരു ടിക്കറ്റേ ഉള്ളു. അവരെ ഗ്യാങ്ങിന് 5 ടിക്കറ്റ് കൊടുത്തെന്നാ പറഞ്ഞത് കേട്ടോ. അപ്പൊ അവിടെ 2 പേർക്ക് ഇടിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അവർ 2 പേരെയും കൂടെ കയറ്റി വിടുവോ? അവര് ടിക്കറ്റ് പിന്നെ കൊണ്ടുതരും. സംസാരിക്കും. 2 പേരുണ്ട്. താണ്ടേ ഓക്കെ എടാ സംസാരിച്ചിട്ടുണ്ട്. നീ ഇവരുടെ സംസാരിക്കേ. കോർഡിനേറ്റേഴ്സ് ഇവര് വെള്ളം എടുപ്പിരിക്കുന്നു. എന്താ പറയാൻ ടിക്കറ്റ് നിന്റെ ടിക്കറ്റ് മറ്റൊരാളുടെ കയ്യിലാണ്. പിന്നെ കൊണ്ട് തരും. സുഹൃത്തുക്കളെ ഇപ്പൊ ഇടി തുടങ്ങിയില്ല. ഇടി തുടങ്ങാൻ സമയമായിട്ടില്ല. ഇടിക്കരുത്. നിങ്ങൾ കാമായിട്ടിരിക്കുക. 3, 2, 1 let the fight begin. പുഷ്പയുടെ ഒരു കിടിലൻ ഷോട്ടാണ് വന്നത്. ഒരു രക്ഷയില്ലാത്ത ഷോട്ട്. പുഷ്പ ജയിക്കുമെന്നാണ് പറയുന്നത്. കുത്തില്ലാണേ. ആരുമില്ലേ? റിങ്ങിന്ന് ഇറങ്ങി പോകരുത്. റിങ്ങിന്ന് ഇറങ്ങിപ്പോയ ഡിസ്ക്വാളിഫൈഡ് ആണ്. ജസ്റ്റ് വാർണിംഗ്. ഇനി ഇറങ്ങിപ്പോയ ഡിസ്ക്വാളിഫൈഡ് ആണ്. സാർ എല്ലാവർക്കും ഒരു വാർണിംഗ് തരണേ. അടിച്ച് പറപ്പിക്ക് പാപ്പ. അങ്ങോട്ട് അടിച്ച് പറപ്പിക്ക്. അയ്യോ പുഷ്പ ഇവിടെ നിന്നൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ The match starts in 3, 2, 1 start. ഒട്ടക്കം പൊട്ടുന്നടി. തിരിച്ചിടിക്കാനൊരു അവസരം കൊടുക്കുന്നുണ്ട്. മൂഞ്ചി ഒരു സമയം കൊടുക്കട്ടെ അടിക്കാൻ. Muchari is the winner. I repeat, Muchari is the winner. 2, 1 start. കാർലോ ആദ്യം എൻഗേജ് ചെയ്ത് മഞ്ഞ എൻഗേജ്. അത്രേ ഉള്ളൂ. കാർലോ മഞ്ഞ. രണ്ടുപേർക്കും ഇത് കണ്ടുകൂടാ. അതൊന്നും പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. റിങ്ങിന്റെ വെളിയിൽ പോയിട്ട് അടി തുടങ്ങിയാണ്. അടി നിർത്തി അകത്ത് അടിക്കുക. എന്തൊക്കെ ആരാണ് ഈ കമന്റ് പറയുന്നത്? Carlo is the winner. I repeat, Carlo is the winner. നീയാള് കൊള്ളാലോ. വാടാ ധൈര്യട്ടിക്ക് വാടാ. നീ എന്റെ അടിയും കൊണ്ട് നീ പോളൂ. അതൊന്ന് കാണാലോ. വാടാ ധൈര്യണ്ടെങ്കിൽ അങ്ങനെ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ഞാൻ മെഴുകി ഇറങ്ങി പോവുകയാണെങ്കിൽ FIT വിറ്റടിച്ച് ഞാൻ എന്റെ പാട്ടിന് പോകും. ബ്രോ ഞാൻ ഒരു കാര്യം ബ്രോ എടുക്കാൻ പറഞ്ഞു. ഓക്കെ ചേട്ടാ കാർലറ്റ് കാർലോക്ക് ഇടിക്കാൻ പറ്റുമോ?
മുച്ചിരിയാണ് മുച്ചിരി. സ്റ്റേജിനുള്ളിൽ അവൻ ഡ്രാക്കുളയായി മാറും. ഇറങ്ങിയത് ബാക്കിയുള്ളവരെ മാറേണ്ടതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി സ്റ്റേജ് ഓൺ ആക്കുമ്പോൾ ബാക്കിയുള്ളവർ കാണൂല കേട്ടോ. പ്രിൻസസ് ഇവിടെ നിന്ന് മാറിക്കൂ. ഗ്ലിച്ച് കിടക്കണോ? ഓക്കെ, അപ്പം സ്റ്റേജ് ഓൺ ആക്കുവാണേ. കാണാമോ നിങ്ങക്ക്? നിങ്ങൾ ഇപ്പൊ ഈ ഡൗൺ ആവും. ഇതിപ്പോ നിങ്ങളെ കൂട്ടത്തിലേ അടുത്തോട്ട് വന്നേ. നിങ്ങളിപ്പോ ഡൗൺ ആവുന്ന ആളും പിന്നെ പാപ്പിയായിട്ടായിരിക്കും കേട്ടോ മത്സരിക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് കൗണ്ട് ഒരാൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇല്ലേ? കൗണ്ട് ചെയ്തോ കൗണ്ട് ചെയ്തോട്ടെ. കൗണ്ട് ചെയ്തോ. മുച്ചിരി വേഴ്സസ് കാർലോ ഫൈറ്റ്. ഇവിടെ തന്നെ അവൻ അണ്ടർടേക്കറാണ് മുച്ചിരി. കാർലോ മോണിസ്റ്റർ. അയ്യോ, രണ്ടുപേരും 10 HP. അണ്ടർടേക്കിന്റെ വില കളയാൻ ഒരുത്തൻ. എടാ അടങ്ങിയില്ലടാ. അവരുടെ അങ്ങനെ പറയലെന്നാ. മോൺസ്റ്റർ. അവന് പോരാളിയാണ് മുച്ചിരി. മുച്ചിരി പോരാളിയെ പോലെ മരിച്ചു വീണിരിക്കുന്നു. കുഴപ്പമില്ല. പാപ്പി വിളി. മുച്ചിരി ഒരു പോരാളിയെ പോലെ തോറ്റിരിക്കുന്നു. അവനൊരു പോരാളിയാണ്. ഈ റിങ്ങിന്റെ പോരാളി. കടലിന്റെ പോരാളി. മുച്ചിരി പോങ്ങ് ജന്മമില്ല. തളരരുത്. ഒരവസരം ഉണ്ട് കേട്ടോ. ഒരു അവസരം ഉണ്ട്. വെയിറ്റ്. പാപ്പിയായിട്ട് ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഇല്ല, കൗണ്ട് ചെയ്യും. നമ്മുടെ ANBയുടെ പാപ്പിയാണ് മുച്ചിരിയെ അടിക്കാൻ ഇറക്കിയിരിക്കുന്നത്. പാപ്പിക്ക് വെറും പാപ്പിയാണ് അവൻ. പാപ്പിക്ക് വെറും മുച്ചിരിയല്ല എന്ന് പറഞ്ഞത്. മുച്ചിരി ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാപ്പിക്ക് വെറും പാപ്പിയാണ് അവൻ. അത്രേ ഉള്ളൂ. പാപ്പിയെ മലത്തിയടിച്ചു മുച്ചിരി. പാപ്പി പക്ഷി പോരാളിയാണ്. പോരാളിയെ പോലെയാണ് മരിച്ചു വീണത്. അവൻ പാപ്പിയല്ല, പാപ്പി ചായനാണ്. മുച്ചിരി പുറത്തിറങ്ങിയത് ഇനി കാർലോയും പാപ്പിയായിട്ടാണ്. ഓക്കെ, 3, 2, 1. വേണോ? അയ്യോ, അതാ കാർലി വാസസ് കാർലോ വേഴ്സസ് പാപ്പി. പാപ്പി 500-ാം കുടുംബത്തിലെ പാപ്പിയല്ലവൻ, പാപ്പി ചായനാണവൻ. അതിമനോഹരമായ ഒരു വാവ് പൂച്ചിക്കാടിയാണ്. അതാ തിരിച്ചടിച്ചിരിക്കുന്നു. പാപ്പിച്ചായൻ മലത്തിയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പിച്ചായൻ പാപ്പി ചൂലോ.
പാപ്പി ഡൗൺ ആയിരിക്കുന്നു. വീണ് കിടക്കുന്നവൻ പാപ്പിയാണ്, പക്ഷേ അടിച്ചിട്ടവൻ പാപ്പി വെയിറ്റ് പറ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, മനസ്സിലായിക്കോണം ക്ലിയർ ആയിട്ട്. ഓക്കെ, നിങ്ങൾ മൂന്നുപേര് കാർലോ അതേപോലെ തന്നെ പാപ്പി ആൻഡ് മുച്ചിറി തമ്മിൽ ഒരു ഫൈറ്റ് നടത്തി. അതിനകത്ത് 2 പോയിന്റ് കിട്ടിയത് കാർലോയ്ക്കാണ്, 1 പോയിന്റ് കിട്ടിയത് മുച്ചിറിക്ക്, 0 പോയിന്റ് കിട്ടിയത് പാപ്പി. ഇവര് 3 പേരും കാർലോയും ക്രൈസ്റ്റും അതേപോലെ തന്നെ ബ്രോക്കറും തമ്മിൽ ഫൈറ്റ് നടത്തി. പാപ്പിയായിട്ട് കളിക്കുമ്പോ നീ പറഞ്ഞ അങ്കിനും കളിയുണ്ടെന്നല്ലേ പറഞ്ഞേ? കാർലോയായിട്ട് തോറ്റപ്പോഴാണ് കളി. കാരണം ഇവര് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ കാർലോയും ബ്രോക്കണും ക്രൈസ്റ്റും തമ്മിൽ ഫൈറ്റ് നടന്നപ്പം അതിനകത്ത് കാർലോ ലൂസ് ആയിരുന്നെങ്കിൽ നിനക്ക് ചാൻസ് വന്നേ വീണ്ടും ഫൈറ്റ് ചെയ്യാം. പക്ഷെ കാർലോ ജയിച്ച് പോയിട്ട് ഫസ്റ്റ് ആയി, മനസ്സിലായോ? കാർലോ ആയിട്ട് നീ ഓൾറെഡി തോറ്റ്, അപ്പൊ നിനക്ക് പിന്നെ ഫൈറ്റ് വരുന്നില്ല, അപ്പൊ നീ 3rd പൊസിഷനിലോട്ട് പോയി. ഇപ്പൊ പോയിന്റ് വൈസ് നോക്കുവാണെങ്കിൽ 3 പോയിന്റ്, ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് കാർലോയ്ക്കും. ഇതാരാണ് കേക്കാവോ? സോറി എന്റെ പുറത്ത് കോഡ് വന്നു. അപ്പം ഇതിനകത്ത് കാർലോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത്, അതുകൊണ്ടാണ് കാർലോ ഫസ്റ്റ് വന്നത്. 2nd കൂടുതൽ പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ക്രൈസ്റ്റ് ആണ്. 3rd കൂടുതൽ പോയിന്റ് ഉള്ളത് മുച്ചിറി. 4th 5th 0 പോയിന്റ്സ് ആണ്. അവര് തമ്മിൽ ഇപ്പൊ ഒരു ഫൈറ്റ് എടുത്തിട്ട് 4th ആരാണ് 5th ആരാണ് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പൊ ക്ലിയർ ആയോ? കാർലോ ഇവിടെ ഇതിനകത്ത് ഒന്നിനകത്ത് തോറ്റിട്ടില്ല. എവിടെയെങ്കിലും തോറ്റായിരുന്നെങ്കിൽ നിനക്ക് ചാൻസ് വന്നാനെ. പക്ഷെ കാർലോ ആയിട്ട് നീ തോറ്റോണ്ട് നിനക്ക് ചാൻസ് ഇല്ല, മനസ്സിലായോ? കാർലോ എല്ലാം ജയിച്ച് പോയത്. മനസ്സിലായി. ഓക്കെ, ഡ്രാഗ് ചെയ്യാം അങ്ങോട്ട്. ഡ്രാഗ് ചെയ്യാം.